അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ചുറ്റുപാടും നമ്മളൊന്നിങ്ങനെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ നിരവധി കാര്യങ്ങൾ നമുക്കിങ്ങനെ ദർശിക്കാൻ കഴിയും. ആ കാര്യങ്ങളിലൊക്കെ ഹബീബായ റസൂൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അതിങ്ങനെ പുലർന്ന് കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതവും നമ്മുടെ മനസ്സിന് വലിയ സമാധാനവും സന്തോഷമൊക്കെയാണ്. ഹബീബായ റസൂൽ സ്വാദിഖുൽ മസ്ദൂഖാണ് എന്നതൊക്കെ നമ്മുടെ ഹൃദയത്തിനെ നമുക്ക് സമാധാനം ഉണ്ടാക്കി തരുന്നതും മനസ്സിന് വലിയ തുമഅ്നീനത്തുണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ചുറ്റുപാടുകളെയൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കണം. എപ്പോഴും നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് തിരു ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എത്രത്തോളം വാസ്തവമാണ് എന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഈ അടുത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്നാണ്, നമ്മളൊക്കെ നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, പല ആളുകളും വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരാവശ്യവുമില്ലാത്ത മേഖലകളിലാണ്. ഏറ്റവും പ്രധാനമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കിയാൽ വിദ്യാർത്ഥികൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ആ മേഖലയിലല്ല അവർക്ക് ഒരു ഭൂരിപക്ഷം ആളുകൾക്കും ജോലിയുള്ളത്. അതല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങളൊന്നും ആവശ്യമായി വരില്ല ജോലിക്ക് വേണ്ടി പിന്നെ അവിടെ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് വേറെ പഠനം. ഹബീബായ റസൂൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഈ ജോലി അതല്ല പറയുന്നത്, അലാമത്തു ഇഅ്റാദില്ലാഹി തആല അനിൽ അബ്ദി, ഒരു അടിമയെ തൊട്ട് അല്ലാഹു തആല അവരെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു, അവൻ്റെ റഹ്മത്തിനെ തൊട്ട് അല്ലാഹു തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ഇസ്തിഗാലുഹു ബിമാ ലാ യുഗ്നീഹ്, അവൻ ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങളിൽ അവൻ വ്യാപൃതനാവുക എന്നതാണ്. ഒരാവശ്യവുമില്ലാതെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ തോണ്ടി മണിക്കൂറുകളോളം സമയം കളയാൻ ഒരു മടിയോ ഒരു പ്രയാസമോ ഇല്ലാതിരിക്കുക. ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങളിൽ സമയം വളരെ അധികം നശിപ്പിച്ച് കളയുക. ഒരാവശ്യവുമില്ലാത്ത കോഴ്സ് പഠിച്ചിട്ട് അതുമായി ഒരു ബന്ധവുമില്ലാത്ത ജോലിയുടെ മേഖലകളിലേക്ക് തിരിഞ്ഞു കളയുക. ഇങ്ങനെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഈ ഹദീസ് നമ്മൾ അതിനോട് ടച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അള്ളാഹു നമ്മെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞോ? കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആർക്കാണുള്ളത്? അള്ളാഹു ഒരാൾക്ക് റഹ്മത്ത് നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളം അയാൾ വ്യാപൃതനാകുന്ന മേഖല അവൻ ഏറ്റവും ആവശ്യമുള്ള മേഖലയായിരിക്കും എന്നുള്ളതാണ്. അതാണല്ലോ അതിൻ്റെ മഫ്ഹൂം, അതിൻ്റെ വായന, അതിൻ്റെ ആശയം. അപ്പോൾ അള്ളാഹു നമ്മെ തിരിഞ്ഞു കളഞ്ഞു എന്നതിൻ്റെ അടയാളമാണ് ഒരാൾക്ക് ഒരാവശ്യവുമില്ലാത്ത മേഖലയിൽ അവൻ വ്യാപൃതനായി കൊണ്ടിരിക്കുക എന്നത്. എൻ്റർടൈൻമെൻറ്റുകൾ വേണ്ട എന്നല്ല ഇതിനർത്ഥം, ആസ്വാദനങ്ങൾ വേണ്ട എന്നതല്ല ഇതിനർത്ഥം. അതൊക്കെ ഹലാലായ രീതിയിലാകാമെങ്കിലും ഒരാവശ്യവുമില്ലാത്ത നമ്മുടെ ജീവിത മേഖലകളിൽ കടന്നുകൊണ്ട് സമയം കളയുന്നത് അല്ലാഹു ഒരാളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു എന്നതിൻ്റെ അടയാളമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും. നമ്മുടെ പരമമായ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ആഖിറത്തിൻ്റെ ലോകമാണ് എന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും നമുക്ക് കഴിഞ്ഞാൽ മാത്രമാണ് അള്ളാഹു നമ്മെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞിട്ടില്ല. തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാൽ അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം നമ്മളെ തൊട്ട് ഉയർത്തിയിട്ടില്ല, നീക്കിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു നമ്മെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞാൽ എന്ത് സംഭവിക്കും? അവൻ്റെ അനുഗ്രഹം, ആ ഒരു നോട്ടം നമുക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചെന്ന് പെടുന്നതൊക്കെ ഏടാകൂടങ്ങളിൽ, നമ്മൾ തൊടുന്നതൊന്നും ഒരു ബർക്കത്ത്, ഒരു പച്ച പിടിക്കാത്ത രീതിയിലേക്ക് വരും. പല ജോലികൾ ആരംഭിച്ചു, പക്ഷേ ഒന്നും പച്ച തൊട്ടില്ല, തുടങ്ങിയതുപോലെ അവസാനിച്ചു. പല കോഴ്സുകളും എടുത്ത് നമ്മൾ പഠിച്ചു, പക്ഷേ ആ കോഴ്സുകളുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിലും എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ഒരുപാട് കൈത്തൊഴിലുകൾ പരിശീലിച്ചു, പഠിച്ചു, പക്ഷേ അതൊന്നും വേണ്ട രീതിയിൽ ചെയ്യാൻ സാധിച്ചില്ല. ഇതൊക്കെ കാരണമാകുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം. നമ്മളത് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നീയത്ത്, നമ്മുടെ ഉദ്ദേശം ഇതൊക്കെ കൃത്യമായിട്ടില്ല എങ്കിൽ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ബറക്കത്തിൻ്റെ വാതിലുകൾ നമ്മെ തൊട്ട് അടക്കപ്പെടുന്നതിന് കാരണമായിത്തീരും. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഗൗരവമുള്ള കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം സദാസമയവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹുവിൻ്റെ വലിയ പൊരുത്തവും അതുവഴി നമുക്ക് ലോകത്തുള്ള വിജയവും കരസ്ഥമാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.